തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വത്സലയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ കോൺഗ്രസ് കരിദിനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് വാച്ചുമരം കോളനിയിലെ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സല കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഇടയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. വിനോദസഞ്ചാരികളുടെ സുരക്ഷ കണക്കിലെടുത്ത് അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ? ഒപ്പം തന്നെ വിനോദസഞ്ചാരികളുടെ സുരക്ഷ കണക്കിലെടുത്ത് അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ നിയന്ത്രണങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും? ഒപ്പം കോൺഗ്രസ് ഇന്ന് കരിദിനം ആചരിക്കുന്നുണ്ട് തൃശൂർ ജില്ലയിൽ. ഇതിന്റെ കൂടി വിശദാംശങ്ങൾ. പ്രവിത, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന മോർച്ചറിയിൽ ഒരു 8 മണിയോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടേക്ക് ആ സമയത്ത് എത്തും. ഡോക്ടർമാരടക്കമുള്ളവർ ഒരു 8 മണിയാകുമ്പോഴേക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി ഇവിടെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം ഇപ്പോഴും ഈ മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് ജില്ലയിൽ കോൺഗ്രസ് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച കരിദിനം ആചരിക്കുന്നുണ്ട്. വാഴച്ചാൽ അതിരപ്പള്ളി മേഖലകളിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തൽക്കാലം നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം കാരണം ആനശല്യം ഒന്നാമത്തെ പ്രശ്നമാണ്. ഈ കരിദിനം കൂടി കണക്കിലെടുത്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം വനത്തിനുള്ളിൽ മരോട്ടിക്ക അത് ലഭ്യമാക്കുന്നതിന് അത് പെറുക്കുന്നതിന് വേണ്ടി പോയപ്പോഴാണ് ഊരുമൂപ്പന്റെ ഭാര്യ വത്സല 62 വയസ്സായിരുന്നു. അവർ മരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഒറ്റയാൻ ഇവരെ ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് അടിച്ച് ഇവരെ താഴെയിടുകയാണ് ഉണ്ടായത്. പിന്നീട് വാഴച്ചാലിലേക്ക് എത്തിച്ചു. അവിടെ നിന്നാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. കാട്ടാന ശല്യം അതിരൂക്ഷമായ മേഖലയാണ് ഈ പറയുന്ന സ്ഥലം. ആ മേഖലയിലേക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകാറുണ്ട്. ആനശല്യം ഉണ്ട് എന്നുള്ളത്. ഒറ്റയാന്റെ ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നതും ഇത് ആദ്യത്തെ സംഭവമല്ല. ആ മേഖലയിൽ, വെറ്റിലപ്പാറ മേഖലയിലൊക്കെ തന്നെ വലിയ തോതിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. BJPയുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം സർക്കാർ ചില ഉറപ്പുകൾ നൽകി. ഇവർക്ക് അടിയന്തരമായ നഷ്ടപരിഹാരം നൽകാം, മകൾക്ക് സർക്കാർ ജോലി നൽകുന്ന കാര്യവും പരിഗണിക്കാം എന്ന് സർക്കാർ ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. 8 മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്ന് കരുതുന്നു. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.